നിങ്ങൾ ആർക്കെങ്കിലും ചത്ത ഒരാടിനെ ഗിഫ്റ്റ് കൊടുക്കുമോ? ചത്ത ഒരാടിനെ സമ്മാനം കൊടുക്കുമോ? നമ്മളാരെങ്കിലും ഒരു ചത്ത ഒരാടിനെ കെട്ടിപ്പോയി ഉഷാറാക്കിയിട്ട് കൊണ്ടൊരു ഗിഫ്റ്റ് കൊടുക്കുമോ? എന്താ നമ്മൾ ആരും അങ്ങനെ ചെയ്യാത്തത്? നമ്മൾ കൊടുത്താൽ സ്വീകരിക്കുമോ? അങ്ങനെ കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് ഖബീഹായ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലെ? വളരെ മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അത് മൈത്തത്തായി എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ അതുപോലെയാണ് റൂഹില്ലാത്ത ഭയഭക്തി ഇല്ലാത്ത നിസ്കാരം നമ്മൾ അല്ലാഹ് കൊടുക്കുന്നത്. നമ്മളെ നിസ്കാരം അതേപോലെയാണ് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഭയഭക്തി ഇല്ലാത്ത നിസ്കാരമാണ് നമ്മൾ നിർവഹിക്കണമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലെയാണ്, അങ്ങനെ ഒരാൾക്ക് ഒരു കാര്യം കൊണ്ടു കൊടുക്കുന്നത് പോലെയാണ് അള്ളാഹ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അതാരെയും ഇഷ്ടപ്പെടുന്നില്ല. റൂഹില്ലാത്ത, ഖശിയത്തില്ലാത്ത, ഖുശൂ ഇല്ലാത്ത നിസ്കാരം ഒരിക്കലും അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ് നിസ്കാരത്തിന് റൂഹ്, എന്തിനാണ് ഖശിയത്ത്? അത് ആവശ്യമുണ്ടോ? ഖുശൂ ഇല്ലാത്ത നിസ്കാരം, ഭക്തി ഇല്ലാത്ത നിസ്കാരം അത് മൈത്തത്തിന്റെ പോലെ ഇരിക്കുന്ന, ഖശിയത്തില്ലാത്ത നിസ്കാരേ ആ റൂഹില്ലാത്ത ആ മൈത്തത്തുണ്ടല്ലോ, ആത്മാവില്ലാത്ത ശരീരം, അത് കൊണ്ടേ കൊടുക്കുന്നത് പോലെ ഇരിക്കും എന്നാണ്. എന്തിനാണ് ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? ഭയഭക്തിനെ കുറിച്ച് എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത്? ലിഅന്നൽ ഖുശൂ റൂഹുസ് സ്വലാ. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും ഖുശൂ എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ റൂഹാണ്, നിസ്കാരത്തിന്റെ ആത്മാവാണ്. അവ്വലുമാ യുഹാസബു ബിഹിൽ മർഉ യൗമൽ ഖിയാമ അസ്സലാ. ഒരു മനുഷ്യൻ മരിച്ചെന്നുണ്ടെങ്കിൽ ആദ്യം അവനോട് ചോദിക്കേണ്ട കർമ്മം ഏതാണ് അറിയുന്നത്? നിസ്കാരമാണ്. അത് നന്നായ ബാക്കിയുള്ള അമലു സ്വാലിഹാത്ത് ഒക്കെ നന്നാവും. നിസ്കാരം നന്നാകാത്തത് കൊണ്ടാണ് അവൻ പലിശ വാങ്ങുന്നത്. നിസ്കാരം നന്നാകാത്തത് കൊണ്ടാണ് അനാവശ്യ വർത്താനം പറയുന്നത്. നിസ്കാരം നന്നാകാത്തത് കൊണ്ടാണ് കോപം വരുന്നത്. നിസ്കാരം നന്നാകാത്തത് കൊണ്ടാണ് അസൂയ വരുന്നത്. അപ്പൊ നമുക്കാണ് വരുന്നുണ്ട് എന്തെന്ന് മനസ്സിലാവുന്നത്? നമ്മളെ നിസ്കാരം നന്നാവണില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. അത് നന്നായ എല്ലാ കർമ്മങ്ങളും നന്നാവും. അത് നന്നായ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കും. അത് സ്വീകരിച്ചാൽ, നിസ്കാരം സ്വീകരിച്ചാൽ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കും. അത് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടമായി. ഈ നിസ്കാരം എന്ന് പറയുന്നത് സലാസു അസ്ലാസാണ്. 3/3 ഉണ്ടായിന് നിസ്കാരത്തിന്. സലാസു അസ്ലാസ് 3/3. ഒരു നിസ്കാരം മൊത്തം എടുത്താൽ അതിന് 3/3 ഉണ്ടാകുക. അതിന് ഒന്നാമത്തെ 3/1 എന്താണ്? അത്തൊഹൂറാണ്. അവിടെ മുതൽ ശരിയാണ് ശുദ്ധി. ഒതുടുക്കുമ്പോഴേ ആസ്വദിച്ചുകൊണ്ട് ഒതുടുക്കണം. ആസ്വദിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ഒതുടുക്കണം എന്നുള്ള ധാരണയോട് കൂടെ ഒതുടുത്താലേ നിസ്കാരം ശരിയാവുള്ളൂ. ഒന്നും ശരിയാവില്ല, നിസ്കാരം ശരിയാവില്ല. രണ്ടാമത്തെ എന്താണ് അറിയോ? റുക്കൂ ആണ്. റുക്കൂല് എത്രമാത്രം തുമാനിനത്ത് അടക്കം ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ സുജൂദാണ്. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ഹക്ക് കൊടുത്താലേ അത് സ്വീകരിക്കുള്ളൂ, കബൂൽ ചെയ്യുള്ളൂ. ഖുശൂനെ കുറിച്ച് എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് ചോദിച്ചാൽ ഒന്നാമത്തെ മറുപടി എന്താണ്? റൂഹുസ്സലാത്താണ്. നിസ്കാരത്തിന്റെ റൂഹാണ്. അതുകൊണ്ടാണ് ഭയഭക്തിയെ കുറിച്ച് സംസാരിക്കുന്നത്, ഖുശൂനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്തിനാണ് ഖുശൂനെ കുറിച്ച് സംസാരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താണ് അറിയോ? ലിഅന്നൽ ഖുശൂ അവ്വലു മാ സയുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ. എന്താണ് അറിയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെടുന്നത് എന്താണ് അറിയോ? ഖുശൂ ആണ്. അങ്ങനെ ഒറ്റ ഭക്തി ഇല്ലാത്തവനും ഉണ്ടാകുന്നത് വരെ നമുക്കത് കാണാൻ സാധിക്കും. ഭക്തിയുള്ളവരൊക്കെ ഇങ്ങനെ കൊണ്ടേ ഭക്തി ഇല്ലാത്ത ആൾക്കാർ മാത്രം ഉണ്ടാവുന്നതാവും. ഒരാൾ നിസ്കരിച്ചൊക്കെ പിരിഞ്ഞു പോകും. എങ്ങനെ? 10 രേഖപ്പെടുത്തിക്കൊണ്ട് പിരിഞ്ഞു പോവുക. സ്വലാത്തിഹ നിസ്കാരം 10, 9, 8, 7, 6, 5, 4, 3, പകുതി ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് മുഴുവൻ കിട്ടിയ ആൾക്കാരുണ്ടാവില്ല. ഓരോന്നിനും ഓരോ ഖദർ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഖുശൂ കാണിക്കേണ്ട സ്ഥലത്തൊക്കെ ഖുശൂ കാണിക്കണതാണ്. മൂന്നാമത്തെ എന്താണ് അറിയോ? നിസ്കാരത്തിന് അതിന്റെ ഖുശൂവിന്റെ കണക്കിനനുസരിച്ചാണ് പ്രതിഫലം നൽകുക. നാലാമത്തെ ലിഅന്നൽ ഖൽബ് അല്ലദീ ലാ യഖ്ശഉ ലാ ഖീമത ലഹു. ഖുശൂ ഇല്ലാത്ത ഹൃദയത്തിന് മൂല്യം ഉണ്ടാവില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഉ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ഖൽബിൻ ഒരു ഹൃദയത്തിന്. എങ്ങനെയുള്ള ഹൃദയമാണ്? ലാ യഖ്ശഉ ഭയഭക്തി ഇല്ലാത്ത ഹൃദയത്തിൽ നിന്ന്. ഇനി അഞ്ചാമത്തെ എന്താണ് അറിയോ? എന്തിനാണ് നിസ്കാരത്തിന്റെ ഖുശൂവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അസ്സലാത്തു ഖൈറു മൗദൂഅ. ഏറ്റവും നല്ല വിഷയം അതാണ്. അതിനേക്കാൾ നല്ലൊരു വിഷയം ദുനിയാവിൽ വേറെ ഇല്ല. കാരണം അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചോദിച്ചാൽ നബി അതാ തിരഞ്ഞെടുക്കുക? നിസ്കാരം. എന്തിനും ഏതിനും നബി നിസ്കരിക്കാനാ വേണ്ടി. നമ്മൾ നിസ്കരിച്ചിട്ടാ വേണ്ടത്. അതാ വ്യത്യാസം. എന്റെ കാര്യം പറഞ്ഞത് ഇത് നമ്മൾ വേണ്ടത് മൊബൈലിനകത്തോണ്ട്. അതാണ് നമുക്ക് ഇൻട്രസ്റ്റ്. അതായത് നിസ്കാരത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിഷയം കണ്ടിരുന്നു. അള്ളാഹു നമ്മളൊക്കെ ആ നിസ്കാരത്തിൽ കൺകുളിർമയോടുകൂടെ നിസ്കരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറെ അതാക്കാൻ വേണ്ടി അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ ഒരുപാട് നിസ്കരിച്ചോട്ടെ എന്നാ പറഞ്ഞു. ഷെയ്ഖോടെ സുന്നത്തുകൾക്ക് പുറമെ പുതിയ നമ്മളൊക്കെ നിസ്കരിക്കാം. ഞാൻ റബ്ബിനോട് സംസാരിക്കട്ടെ. നമുക്ക് ഇടങ്ങാറാകുമ്പോഴേ പ്രയാസം
പ്രയാസം ഉണ്ടാകുമ്പോഴേ ദുഹാസ്കാരത്തിനും തഹജ്ജുദ് ഒക്കെ പുറത്തുള്ള കാര്യം നിശ്ചയിക്കപ്പെട്ട നിസ്കാരമാണ്. അല്ലാത്ത പോയിട്ട് 2 റക്അത്ത് നിസ്കരിക്കാണ് പറഞ്ഞത്. കണ്ണും കാതും ചെവിയും ശരീരവും എല്ലാ ശബ്ദങ്ങളും എല്ലാ കാഴ്ചകളും എല്ലാ കേൾവികളും അത് മുഖേന നന്നാവും നിസ്കാരം കൊണ്ടേ. ഒരവയവും ചലിക്കാത്തുണ്ടോ നിസ്കാരത്തിൽ? ഇല്ലല്ലോ. എല്ലാ അവയവത്തെയും ഫിൽട്ടർ ചെയ്യണ സമയവും സന്ദർഭമാണ് നിസ്കാരം. അവിടെ നിസ്കരിച്ചോളി. നമുക്ക് നിസ്കരിക്കാം. നിസ്കാരത്തിലൂടെ ആസ്വാദനം കണ്ടെത്താം, നിസ്കാരത്തിലൂടെ കൺകുളിർമ കണ്ടെത്താം. നിസ്കാരം ഒരു